ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ. വെള്ളക്കെട്ടിൽ മുങ്ങി പാടശേഖരം, കണ്ണീരൊഴിയാതെ കർഷകൻ. ഇളങ്ങവം സജീഭവനിൽ KM ഗോപിയാണ് അധികൃതരുടെ കനിവിനായി കേഴുന്നത്. റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകി കൃഷിയിടം ഉപയോഗശൂന്യമായ കഥയാണ് ഇളങ്ങവം സജീഭവനിൽ KN ഗോപിക്ക് പറയുവാനുള്ളത്. വാരപ്പെട്ടി പഞ്ചായത്തും ആയവന പഞ്ചായത്തും അതിരു പങ്കിടുന്ന പരിപ്പുതോടിന്റെ അരികത്തായി സ്ഥിതി ചെയ്യുന്ന തോട്ടുകണ്ടം പാടമാണ് വെള്ളക്കെട്ട് മൂലം കൃഷിയിറക്കാൻ സാധിക്കാതെയായിരിക്കുന്നത്. തോടിനരികിലൂടെ റോഡ് ഉയർത്തി നിർമ്മിച്ചപ്പോൾ വശത്തുള്ള പാടശേഖരത്തിലെ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടത്ര വലിപ്പത്തിലുള്ള കുഴലുകളോ കലുങ്കുകളോ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. 4 വർഷമായി കൃഷിയിറക്കാൻ സാധിക്കാത്ത ഈ കർഷകൻ പരിഹാരത്തിനായി മുട്ടാത്ത വാതിലുകളില്ലെന്ന് സങ്കടത്തോടെ പറയുന്നു. 3 കൃഷി ചെയ്യുന്ന സ്ഥലം പരിപ്പുതോട് സംരക്ഷണ ഒരു തോടിൻ്റെ ഇരു കരകളും കെട്ടി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ തോട്ടിൽ കൂടി ഒരു കണ്ടത്തിൻ്റെ നടുവിലൂടെ ഒരു തോട് കീറുകയുണ്ടായി. ഈ തോട് മൂലം എനിക്കിപ്പോൾ ഈ കണ്ടത്തിൽ ഇറങ്ങാനാവാത്ത, കൃഷി ചെയ്യാനാവാത്ത അവസ്ഥയിലാണ്. കൃഷി ചെയ്യുന്നതിനാവശ്യമായ യാതൊരു പരിരക്ഷയും ഈ ഭൂമിക്ക് ഇതുവരെയും ഈ കോൺട്രാക്ടർ നൽകുകയോ എനിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴുകി പോകുന്നതിനുള്ള കുഴലുകൾ വേണ്ട രീതിയിൽ സ്ഥാപിക്കുകയോ ചെയ്യാതെ ഒരു ചെറിയ കുഴൽ വെച്ച് വെള്ളക്കെട്ടിൽ ഞാനിപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഈ വിഷയം പലവട്ടം അധികാരികളെ, പഞ്ചായത്ത് അധികാരികളെയും ആയവന പഞ്ചായത്തിലും വാരപ്പെട്ടി പഞ്ചായത്ത് അധികാരികളെയും കൃഷിഭവനുകളെയും 2 പഞ്ചായത്തുകളിലെ കൃഷിഭവനുകളെയും അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതുവരെയും 4 വർഷമായ ഈ പദ്ധതിക്ക് ഒരു നടപടിയും ഉണ്ടാകാതെ ഞാൻ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞാൻ പലവട്ടം പലരോടും ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു മറുപടിയും ഇതുവരെയും ലഭിച്ചിട്ടില്ല. നവകേരളയിൽ പരാതി കൊടുത്തതിനും പോലും മറുപടി ലഭിച്ചില്ല എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ഉള്ള ബുദ്ധിമുട്ട്. ഇളങ്ങവത്തെ തരിശായി കിടന്ന നിരവധി സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത പച്ചക്കറി കൃഷിയും നെൽകൃഷിയും നൂറുമേനി വിളയിച്ച മികച്ച കർഷകൻ എന്നു പേരെടുത്ത ഗോപിച്ചേട്ടൻ 50 സെന്റിലെ സ്വന്തം പാടം കൃഷിയിറക്കാൻ സാധിക്കാത്ത വിഷമത്തിലാണ്. ഇരു പഞ്ചായത്തിലെയും കൃഷിഭവനുകളും കൈയൊഴിഞ്ഞതോടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാനുള്ള ശ്രമത്തിലാണെന്ന് ഗോപിച്ചേട്ടൻ പറഞ്ഞു. നടന്നില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി, കൃഷിമന്ത്രി, RDO, കളക്ടർ അവർക്കൊക്കെ പരാതി കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തന്റെ പാടത്ത് ആയവന പഞ്ചായത്ത് നടത്തിയ തോടുകീറലും മണ്ണെടുക്കലും തന്റെ സമ്മതപത്രമില്ലാതെയാണ് നടത്തിയതെന്നും ഗോപിച്ചേട്ടൻ ആരോപിക്കുന്നു. കൃഷിമന്ത്രിയും കൃഷിവകുപ്പും നെൽവയൽ സംരക്ഷിക്കുകയും തന്റെ കണ്ണീരൊപ്പുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ മങ്ങിയ കാഴ്ചശക്തിയും പ്രായാധിക്യം മൂലമുള്ള രോഗങ്ങളെയും അവഗണിച്ച് പാടവരമ്പത്തെത്തുകയാണ് പ്രതിദിനം ഈ കർഷകൻ. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.